നമസ്കാരം. 2024 ഡിസംബർ 20-നാണ് മാർക്കോ എന്ന ചിത്രം റിലീസിനെത്തുന്നത്. അതിന് പിന്നാലെ 2025 ആരംഭിച്ചത് മുതൽ കേരളത്തിൽ നടക്കുന്ന കൊലപാതകങ്ങളുടെ എണ്ണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ്. അതിൽ ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം വെഞ്ഞാറമൂട് നടന്ന കൂട്ടക്കൊലപാതകത്തിൽ നടുങ്ങി നിൽക്കുകയാണ് കേരള ജനത. ഇപ്പോൾ മാർക്കോ എന്ന സിനിമ പറഞ്ഞതിന്റെ കാരണം 2025 ജനുവരി മാസം എടുത്തു നോക്കുമ്പോൾ പോലും ഏറ്റവും കൂടുതൽ നടന്ന മാസം എന്ന് പറയുന്നത് നമുക്ക് ഈ ജനുവരി മാസമായിട്ട് കൂട്ടാം. കാരണം തുടരെയുള്ള കൊലപാതകങ്ങൾ നടക്കുകയായിരുന്നു. ഫെബ്രുവരിയിലേക്ക് വരുമ്പോഴും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. ഇതിനെല്ലാം പ്രശ്നം മാർക്കോ പോലുള്ള വയലന്റ് ആക്ഷൻ സിനിമകളാണോ എന്നുള്ളൊരു വലിയ ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. കാരണം ഇതുപോലുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വരുമ്പോൾ അത് വലിയ രീതിയിൽ യുവാക്കളെ വഴിതെറ്റിക്കുന്നു. ഈ സിനിമകൾ കണ്ട് പ്രചോദനം കൊണ്ട് ചോരക്കളം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വലിയ വ്യഗ്രത ഇന്നത്തെ തലമുറയ്ക്ക് ഉണ്ടാകുന്നു തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ ഇതിന് രണ്ട് വശങ്ങളും ഉണ്ടെന്നുള്ളതാണ് ആളുകളുടെ പക്ഷം. സിനിമയെ സിനിമയായിട്ട് മാത്രം കാണുക, അതിലെന്തിനാണ് സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്? ഒരാളൊരു ചോരക്കളം സൃഷ്ടിക്കുമ്പോഴോ അല്ലെങ്കിൽ വില്ലൻ്റെ കഴുത്തറുത്ത് കൊല്ലുമ്പോഴൊക്കെ തന്നെ അത് ജീവിതത്തിൽ തൻ്റെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒക്കെ ചെയ്യണമെന്ന് തോന്നുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യം ഒരു ഭാഗത്ത് നിന്ന് ഉയരുമ്പോൾ, മറുഭാഗത്ത് നിന്ന് വരുന്നത് ഇന്നത്തെ സമൂഹം ഈ സിനിമകൾ കണ്ട് ഇൻഫ്ലുവൻസ് ആകുന്നു, സ്വാധീനിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ നടക്കുന്ന പല കാര്യങ്ങളും ഹീറോയിക് വേർഷൻസ് ആണെന്ന് കണ്ടുകൊണ്ട് സിനിമയിലെ പ്രധാന കഥാപാത്രം ചെയ്യുന്ന പല കാര്യങ്ങളും ഇവരും അനുകരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് മറുപക്ഷം. നമുക്കറിയാം, 2013 ഡിസംബർ 19 റിലീസായ ദൃശ്യം എന്ന സിനിമ ഉണ്ടാക്കിയ ചലനം ചെറുതൊന്നുമല്ല. കേരളം ഒട്ടാകെയുള്ള ജനങ്ങൾ ആ സിനിമയെ ഏറ്റെടുത്തു. മറ്റ് ഭാഷകളിലേക്കും ആ സിനിമയുടെ റീമേക്കുകൾ പോയി. എന്തിനേറെ പറയണം, ചൈനയിൽ വരെ ആ സിനിമയുടെ റീമേക്ക് വിറ്റുപോയിട്ടുള്ളതാണ്. പക്ഷേ അതിലൊരു ചോദ്യം, അതിനുശേഷം വന്ന കൊലപാതകങ്ങളിൽ പലതും ദൃശ്യം മോഡൽ കൊലപാതകങ്ങൾ എന്ന് നമ്മൾ പല വർഷങ്ങളിൽ 2014, 2015, 2016 ഒക്കെ നടന്ന പല കൊലപാതകങ്ങളും ഈ ദൃശ്യം മോഡൽ കൊലപാതകങ്ങൾ എന്ന രീതിയിൽ സംസാരിക്കപ്പെട്ടിരുന്നു, ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ആ സിനിമ കണ്ട് അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട് അതിൽ നിന്നും എങ്ങനെ പിടികൂടാതിരിക്കാം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളും ഒക്കെ തന്നെ ഈ കൊലപാതകങ്ങൾ നടത്തിയവർ ചെയ്തു എന്നുള്ളതാണ് പോലീസിൻ്റെ പക്ഷം. അവർ പറയുന്ന കാര്യങ്ങളും ഇത് തന്നെയാണ്. അതേ മോഡലിൽ ഇപ്പോൾ റിലീസായ മാർക്കോ എന്ന ചിത്രത്തിലെ ചോരക്കളം കണ്ടുകൊണ്ട് പലരും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അടുത്തിടെ വന്ന ബ്ലാക്ക് മാജിക് സംബന്ധപ്പെട്ട വാർത്തയിൽ അതിലെ പ്രതി ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ കേട്ട പാട്ട് ആണായി പിറന്നോനെ ദൈവം പാതി സാത്താനെ എന്ന മാർക്കോ ചിത്രത്തിലെ ഗാനമാണ് എന്നുള്ള വാർത്തയും കൂടി വന്നതിന് പിന്നാലെ മാർക്കോയ്ക്ക് നേരെ ശരങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. ആ സിനിമ ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. ബോളിവുഡ് ചിത്രമായ ആനിമൽ കില്ല് തുടങ്ങിയ വയലന്റ് ആക്ഷൻ സിനിമകളെ കടത്തിവെട്ടുന്ന രീതിയിൽ മാർക്കോ എന്ന ചിത്രം എത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ തുടങ്ങി സിനിമയുമായി ബന്ധപ്പെട്ട് മാത്രം മാർക്കോ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാവുകയും ചെയ്തിരുന്നതാണ്. പക്ഷേ അത് യഥാർത്ഥ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് അതേപോലൊരു ചോരക്കളം സൃഷ്ടിക്കാൻ ഇന്നത്തെ യുവാക്കൾക്ക് ഏറ്റവും കൂടുതൽ പ്രേരണയാകുന്നത് ഇത് മാത്രമാണോ എന്നൊരു വലിയ പ്രസക്തിയും നിൽക്കുകയാണ്. നമുക്കറിയാം, സ്വാഭാവികമായും സിനിമ ഒരു ഇൻഫ്ലുവൻസിങ് മീഡിയം തന്നെയാണ്. പക്ഷേ അത് യുക്തിക്കനുസരിച്ച് ഏതൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കണം, ഏതൊക്കെ രീതിയിൽ പ്രാവർത്തികമാക്കാതെ അതൊരു എൻ്റർടൈൻമെൻറ്റ് മോഡലായിട്ട് മാത്രം കാണണം എന്നുള്ള പ്രേക്ഷകൻ്റെ യുക്തിക്ക് ആരാണ് മാർക്ക് ഇടുക? കാരണം പല സിനിമകളും ഒരു മെസ്സേജ് ഡ്രിവൺ സ്റ്റോറീസ് നൽകുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് ഈ സിനിമയിൽ നൽകുന്നുണ്ടെന്ന് അണിയർ പ്രവർത്തകർ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതുപോലുള്ള ആക്ഷൻ സിനിമകൾ വരുമ്പോഴേക്കും അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്, ജീവിതത്തിൽ അത് ഉണ്ടാക്കരുത് എന്ന് ഇതേ അണിയർ പ്രവർത്തകർ മാറി മാറി പറയുമ്പോൾ പോലും സിനിമയ്ക്ക് മാത്രമാണോ കുറ്റം? എന്തിനാണ് സിനിമയെ മാത്രം പഴിക്കുന്നത് എന്നൊരു വലിയ പ്രസക്തമായ ചോദ്യവുമുണ്ട്. മാത്രമല്ല, ഇന്നത്തെ സമൂഹത്തിൽ ഈ ലഹരിയുടെ സ്ഥാനം നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ്. എന്തിനാണ് സിനിമയെ മാത്രം ചോദ്യം ചെയ്യുന്നത്? എന്തുകൊണ്ട് ലഹരി വസ്തുക്കൾ, ഇപ്പോൾ മദ്യത്തിൽ നിന്ന് തുടങ്ങി MDMA വരെ നിൽക്കുന്ന ഈ ലഹരി വസ്തുക്കൾ എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യപ്പെടാത്തത്? എന്തുകൊണ്ടാണ് സിനിമയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത്? സിനിമയിൽ നായകൻ വില്ലനെ കൊല്ലുമ്പോഴോ അല്ലെങ്കിൽ ഈ ചോരക്കളം സൃഷ്ടിക്കുമ്പോഴോ അത് മാത്രം ഇതുപോലുള്ള രംഗങ്ങൾ സിനിമയിൽ കാരണമാണ് ഇതുപോലെ കൊലപാതകങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളതാണ് ഒരു വിഭാഗം ചോദിക്കുന്നത്. മലയാള സിനിമയിൽ തന്നെ പല സംവിധായകരും ഇപ്പോൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും പറയുന്ന ഒരു കാര്യം, സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അത് വാസ്തവമാണ്. പക്ഷേ സിനിമ മാത്രമല്ല, ലഹരി വസ്തുക്കൾ വ്യാപകമായി തന്നെ ഇന്നത്തെ യുവാക്കൾക്കിടയിലുണ്ട്. അത് കാരണം പലർക്കും ജീവിതത്തിൽ പോലും താളപ്പിഴകൾ ഉണ്ടാകുന്നു. പലപ്പോഴും അന്നത്തെ നിമിഷത്തിൽ ആ ഒരു മൊമെൻ്ററി സെക്കൻഡിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾ കാരണം കൊലപാതകങ്ങളിലേക്ക് വരെ കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതും നമ്മുടെ പഠനത്തിൽ നിന്നും വ്യക്തമാക്കുന്നതാണ്. അപ്പോൾ ഈ എല്ലാ ഘട്ടങ്ങൾ
നിൽക്കുമ്പോൾ പോലും സിനിമയെ മാത്രം എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നു? രണ്ട് സൈഡിൽ നിൽക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ. ഇതുപോലുള്ള സിനിമകൾ ഉണ്ടാകരുത് എന്ന് വാദിക്കുന്നവർ ഒരു പക്ഷവും സിനിമയെ എന്റർടൈൻമെന്റ് മോഡലാക്കി മാത്രം കാണണമെന്നുള്ള വാദം മറുപക്ഷത്തും. ആരുടെ ഭാഗത്താണ് നിങ്ങൾ?